കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ ഉൾപ്പെടെ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഫലപ്രദവും ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നും മുൻ മന്ത്രിയും കൊട്ടാരക്കര MLA-യുമായ KN ബാലഗോപാൽ പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അയ്യൻപുളവളവ് കായിക്കര കുന്നുംപുറം സ്വദേശി ബഷീറിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് മുൻ മന്ത്രിയുടെ പ്രതികരണം. നിലവിലെ RRT കൂടുതൽ വിപുലീകരിക്കണം. കാട്ടുപോത്തുകളും കാട്ടുപന്നികളും മറ്റും നിരന്തരം ജനവാസ മേഖലയിലെത്തി വ്യാപകമായ കൃഷിനാശവും മനുഷ്യജീവന് ഭീഷണിയായും മാറുന്നുണ്ട്. വന്യമൃഗ സമ്പത്ത് സംരക്ഷിക്കുന്നതിനോടൊപ്പം മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള മൃഗങ്ങളെ തുരത്താൻ ആവശ്യമായ നടപടി ഉണ്ടാകണം. വിദേശ രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നത് പോലെ വന്യജീവികളുടെ എണ്ണത്തിലെ വർധനവ് തടയുന്നതിന് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ളവ നടത്തണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വന്യജീവി ആക്രമണം തടയുന്നതിനായി അനുവദിച്ച ഫണ്ടുകളും പദ്ധതികളും ഫലപ്രദമായും വേഗത്തിലും വിനിയോഗിക്കണം. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വിവേചനമില്ലാത്ത പ്രവർത്തനമാണ് വേണ്ടത്. ഇതിനെല്ലാം സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടൽ അനിവാര്യമാണെന്നും ബാലഗോപാൽ പറഞ്ഞു. ഈ തീറ്റയ്ക്ക് വരിക, രാവിലെ വെളുപ്പിനെ തിരിച്ചു പോകുക, ഇതാണ് സ്ഥിരമായ രീതി എന്നാണ് എല്ലാം പറയുന്നത്. അപ്പൊ ഇതിന് സമഗ്രമായിട്ടൊരു സംഗതി ഉണ്ടായേ പറ്റൂ. നേരത്തെ ഇത്തരം കാര്യങ്ങളെ വലിയ വിമർശനം ഉണ്ടാവുകയും ഇപ്പോൾ തിരിച്ചൊന്നും നോക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യം ശരിയല്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് അതിന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണം. പിന്നെ ഇവിടെ LDF ഗവൺമെന്റ് കാലത്ത് തന്നെ വനാവരണം എന്നൊരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. അതിനകത്ത് ഹാങ്ങിങ് ഫെൻസിങ്, അത് തട്ടിയിട്ട് പോരാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ലോ ആക്കിയിരിക്കുകയാണ്. ഇനി അതിനുള്ള ഫണ്ടൊന്നും മാറ്റാൻ പാടില്ല. വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ പൂർത്തിയായി ചെറുതുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും ദീർഘകാലാടിസ്ഥാനത്തിൽ കുളത്തൂപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? ശാസ്ത്രീയമായിട്ട് ആ കാര്യങ്ങൾ നോക്കണം. വിദേശ രാജ്യങ്ങളിലുള്ള സെലക്ടഡ് കള്ളിങ് പോലുള്ള പരിപാടിയുണ്ട്. ഞങ്ങൾ ഏത് സമയത്തും പറയുന്നത്, ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ എണ്ണം നമുക്ക് താങ്ങാൻ പറ്റുന്ന എണ്ണമേ ഉണ്ടാവുള്ളൂ. വലിയ വനങ്ങളിൽ പോലും സെലക്ടഡ് കള്ളിങ് ഉണ്ട്, എണ്ണം നോക്കിയിട്ട്. ഇത് എത്ര പെരുക്കുക, അത് നാട്ടിലിറങ്ങി വരും. ഇപ്പൊ അങ്ങ് മുൻ സ്പീക്കർ M വിജയകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ, ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളും ഇടത് ജനപ്രതിനിധികളും നേതാക്കൾക്കൊപ്പം ബഷീറിന്റെ വീട് സന്ദർശിച്ചു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമാ മക്കളെ. പെർമിറ്റും പേപ്പറുകളും ഓടി നടന്ന് ശരിയാക്കാൻ ഈ വയസ്സുകാലത്ത് എനിക്ക് വയ്യ. പണി നടക്കുന്നിടത്തെന്നും പോയി നിൽക്കാനും കഴിയില്ല. നിങ്ങളുടെ ഓരോ ആശങ്കകളും ഞങ്ങളുടേത് കൂടിയാണ്. SR ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, മറ്റു പേപ്പർ വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ ഓട്ടങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ സ്വപ്നവീട് ഉയരുന്നത് 24 മണിക്കൂറും സ്വന്തം ഫോണിലൂടെ ലൈവായി കാണാം. നിങ്ങൾ ഓടേണ്ട, നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ സഫലമാക്കാം. SR ബിൽഡേഴ്സ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ്. ഇന്ന് തന്നെ വിളിക്കൂ. നിങ്ങളുടെ സ്വപ്ന വീട് വിശ്വാസത്തോടെ നിർമ്മിക്കാം.